ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒരു IT ലെവൽ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 113/2023 അപ്പൊ ഇത് നമ്മളുടെ ഓവർസിയർ ഗ്രേഡ് 2, അതേപോലെ സ്കിൽഡ് അസിസ്റ്റന്റ്, അതേപോലെ ഇലക്ട്രീഷ്യൻ, അതേപോലെ ലൈൻമാൻ തുടങ്ങിയ കോമൺ എക്സാം ആയിട്ട് നടന്നിട്ടുണ്ട് ഏകദേശം 11/7/2023. ഓക്കെ, അപ്പൊ അതിന്റെ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ IT ലെവൽ എക്സാം ആണ്. സ്കിൽഡ് അസിസ്റ്റന്റ്, ലൈൻമാൻ, അതേപോലെ ഇലക്ട്രീഷ്യൻ ഒക്കെ ഓവർസിയർ ഗ്രേഡ് 2 കോമൺ എക്സാം ആയിട്ട് ജൂലൈ മാസം 11 2023 നടത്തിയ ഒരു എക്സാമിന്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്കവിടെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഇൻ ലിസ്റ്റ് 1 ടു ലിസ്റ്റ് 2. അതായത് നമുക്കവിടെ കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് എന്താണ്? കറന്റിന്റെ എന്താ? ആംബർ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വോൾട്ട്, റെസിസ്റ്റൻസിന്റെ എന്താ? ഓം. അപ്പോ 1 3 2 1 3 2 3 1 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത്, 1 കൂളംബ് ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓഫ് 1 കൂളംബ് ഓഫ് ചാർജ്. അതായത് നമുക്ക് എന്താ ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻19 ആണ് അല്ലെ? ദാറ്റ് മച്ച് കൂളംബ് ആണ്. അപ്പോ നമ്പർ ഓഫ് ചാർജസ് ഇൻ 1 കൂളംബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/1.6 ഇൻറ്റു 10⁻90 അല്ലെ? അപ്പൊ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 6.24 ഇൻറ്റു 10⁻18 പ്രോട്ടോൺ എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോറി, 1.6 ഇൻറ്റു 10⁻−19 അല്ലേ? ഓക്കെ, 1.6 ഇൻറ്റു 10⁻−19 കുളോംബാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ 6.24 ഇൻറ്റു 10⁻18 ദാറ്റ് മച്ച് പ്രോട്ടോൺസ് ആണ് എന്ത് വരിക? കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, തെറ്റിക്കല്ലേ? അതായത് 1 കൂളംബ് ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓഫ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചാർജ് ഓഫ് 1 പ്രോട്ടോൺ അല്ലെങ്കിൽ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻−19 കൂളോംബ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോ 1 കൂളംബ് ചാർജ് ഈസ് ഈക്വൽ ടു ദി എന്താ പറയാ 1/1.6 ഇൻറ്റു 10⁻−19. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 6.24 ഇൻറ്റു 10⁻18 ദാറ്റ് മച്ച് പ്രോട്ടോൺസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ, എ കണ്ടക്ടർ carries 7 കൂളംബ് ചാർജ് ഫോർ ഡ്യൂറേഷൻ ഓഫ് 10 സെക്കൻഡ്. Then the current through one conductor is then the current through the conductor is equal to എന്താ? I is nothing but Q/T. ഓക്കെ, 7 കൂളോംബ് നമുക്കവിടെ തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. അപ്പോ 7/10.7 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വൺ ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദി കണ്ടക്ടേഴ്സ്? കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താ സംഭവിക്കുക? കണ്ടക്ടേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്താ? ഓവർലാപ്പ് ചെയ്യും അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇൻ കണ്ടക്ടേഴ്സ് വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ്. ഇൻസുലേറ്റേഴ്സിന്റെ കേസിലോ അവിടെ എനർജി ഗ്യാപ്പ് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് എനർജി ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലോ മോഡറേറ്റ് എനർജി ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻ സെലക്ട് ദി ലിസ്റ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. പറയുന്നുണ്ട് മൈക്ക, വുഡ്, പേപ്പർ. ഇതാണ് ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. മൈക്ക, വുഡ്, പേപ്പർ. അതേപോലെ നമുക്ക് എന്താ പറയാ, ഗോൾഡ്, സിൽവർ, കോപ്പർ ഒക്കെ എന്താ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. അതേപോലെ സിലിക്കൺ എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതൊക്കെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ മെറ്റീരിയൽ ഹാവിംഗ് ഫോർവേഡ് എനർജി ഓഫ് 6 ഇലക്ട്രോൺ വോൾട്ട് ദെൻ ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. നമ്മളിപ്പം 6 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അതെന്താ? ഒരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറയും.
സെമി കണ്ടക്ടേഴ്സ് ബേസിലാണെങ്കിൽ സ്മോൾ ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ എ കേബിൾ. ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആകുമ്പോൾ എന്താ, അതിന് ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം അല്ലെ. അപ്പോൾ ഇവിടെ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഹൈ ആയിരിക്കണം. പിന്നെന്താ പറയുന്നത്? മെക്കാനിക്കൽ സ്ട്രെങ്ത് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആയിരിക്കണം അല്ലെ. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്തായാലും ആയിരിക്കണം. പിന്നെന്താ വേണ്ടേ? ഇറ്റ് ഈസ് എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദ ടെമ്പറേച്ചർ ഫ്രം -13°C ഓവർ 100°C അല്ലെ. അപ്പൊ അതും കറക്റ്റ് ആണ്. ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് അല്ല. അപ്പൊ 1, 3, 4 ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇസ് നോട്ട് എ ഡിസൈഡ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ 1, 3, 4 ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഹൈ കറന്റ് അപ്ലിക്കേഷൻസ്. കറക്റ്റ് ആണ്. കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്മോൾ പവർ അപ്ലിക്കേഷൻ. ബോത്ത് എ ആൻഡ് ബി, 1 and 2 are correct. Okay. The function of flux in soldering is. Flux എന്ത് ചെയ്യാം? Flux removes or prevents the oxide formation അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ടു കീപ് ദി മെറ്റൽ സർഫേസ് ക്ലീൻ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആവുന്നുണ്ട്. അതായത് the flux removes or prevents the oxide formation and keeps the metal surface clean. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റ് ചെയ്തതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. കറക്റ്റ് ആണ്. ദ സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു ദി സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലെ. ബോത്ത് 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 12. 3 ആണോ? അല്ല. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണോ? അല്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. The magnetic material susceptibility is low and negative. They tend to move from high field region to low field region under the influence of non-uniform magnetic field. It is nothing but our diamagnetic material. അല്ല, ഓക്കെ, തെറ്റിക്കല്ല. ഡയ പാരാ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ സൈഡ് വാല്യൂ എന്താണ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് ചോദ്യം വരാം. അടുത്ത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണോ? നോക്കാം. When a conductor is moved to south direction in a magnetic field which is directed upwards, then the direction of current in the conductor will be. എന്താ, നമ്മളവിടെ ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂളിന്റെ കേസിൽ നമുക്ക് എന്താ പറയാ, മോഷൻ ടുവേർഡ്സ് സൗത്ത് ആണ്, ഫീൽഡ് അപ്വേർഡ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റ് ഡയറക്ഷൻ എന്തായിരിക്കും? ടുവേർഡ്സ് വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അതായത് പിന്നെ കണ്ടക്ടർ ഈസ് മൂവ്സ് ടു സൗത്ത് ഡയറക്ഷൻ. നിങ്ങൾ എന്താ വിരൽ അങ്ങനെ വെച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക. അതായത് കണ്ടക്ടർ സൗത്ത് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറന്റ് എന്തായിരിക്കും? ടുവേർഡ്സ് വെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, തെറ്റിക്കല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് റിലേറ്റഡ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലും എന്താ പറയാ, 4 ഫിംഗർ എന്തായിരിക്കും? 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. പിന്നെ മിഡിൽ ഫിംഗറോ?
കറന്റ് ആണ്. തമ്പോ ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ ആണ് അല്ല. അപ്പോ എക്സ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, വൈ എന്ന് പറയുന്ന കറന്റ്, സെഡ് എന്ന് പറയുന്ന ഫോഴ്സ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കല്ല കേട്ടോ. ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു ദി റിലക്റ്റൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ? റിലക്റ്റൻസ് എസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എൽ ബൈ മ്യൂ എ ആണല്ലേ. റിലക്റ്റൻസ് എസ് ഈസ് നത്തിങ് ബട്ട് എൽ ബൈ മ്യൂ എ. അപ്പൊ ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും? The reluctance is directly proportional to length and inversely proportional to the area of the material. Okay. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 16. If an electromagnet contains 100 turns and carries a current of 5 ampere, find the reluctance if the flux produced by the electromagnet is 0.2 Weber. റിലക്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. റിലക്റ്റൻസ് ആണ് എൽ ബൈ മ്യൂ എ അല്ലെങ്കിൽ എം എഫ് ബൈ ഫ്ലക്സ് അല്ലെ. എം എം എഫ് ബൈ ഫ്ലക്സ്. എം എം എഫ് നമുക്ക് അവിടെ തന്നിട്ടില്ല, പകരം ആംബിയർ ടേൺസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 5 × 100 അല്ലെ. പിന്നെ എം എഫ് എന്ന് പറഞ്ഞാൽ ആംബിയർ ടേൺസ് ആണ്. അപ്പൊ 5 × 100 / 0.2. അപ്പോ അത്ര 0.2 നമുക്ക് അങ്ങനെ 2/10 എന്ന് പറഞ്ഞത്. അപ്പൊ 1000 മോളിലേക്ക് 5000/2. അപ്പൊ 2500 ആംബിയർ ടേൺസ് പെർ വെബർ. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ചെയ്യാം? 5 × 100 0.2 എന്ന് പറഞ്ഞാൽ 2/10 ആണ്. ഈ 10 നേരം മുകളിലേക്ക് പോയി. അപ്പൊ 5 × 1000/2. ഇപ്പൊ 5000 അല്ലെങ്കിൽ 500 വന്നു. 2500 എന്നുള്ള രീതിയിൽ നമുക്ക് ഡാൻസ് പറ്റി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ടെസ്ല ടെസ്ലന്റെ യൂണിറ്റ് എന്താ? സോറി, ടെസ്ല എന്തിന്റെ യൂണിറ്റാ? ടെസ്ല ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ടെസ്ല അല്ല. വെബറോ? വെബർ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ അല്ല. തെറ്റിക്കല്ല. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ, അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ടെസ്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find the number of turns in the coil if an EMF of 40 volt developed across it with a flux change of 0.8 Weber per second. E is nothing but n × d∅/dt വെച്ച് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടും. n × d∅/ നമ്പർ ഓഫ് ടേൺസ് n ആണ് കണ്ടുപിടിക്കുന്നത്. ഈ നമുക്ക് അവിടെ തന്നിട്ടില്ല. എത്ര? 40 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. n × 0.8. ഇപ്പൊ n is nothing but 40/0.8. അപ്പൊ 8/10, 400/8. അപ്പൊ 50 അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 50 ടേൺസ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. കാൽക്കുലേഷൻ ഒന്നും കൂടി ഒന്ന് നോക്കാം. If the capacitance of a parallel plate capacitor is C, the area of the conductor is doubled and the distance of separation between the conductor is halved, then the change of capacitance is equal to C എന്ന് പറഞ്ഞാൽ എന്താ? Is nothing but epsilon into A/d ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? പുതിയത് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദി കണ്ടക്ടർ ഈസ് ഡബിൾ ചെയ്തു. അപ്പൊ epsilon into 2ai divided by that is distance of separation between the conductor is half ചെയ്തു. ഈ 2 നേരം മുകളിലേക്ക് പോയി. അപ്പൊ 4 × epsilon A/d. ഇറ്റ് ഈസ്, ഇത് നമുക്ക് C ഡാഷ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കൊടുക്കാം. അപ്പോ C ഡാഷ് ഇഷ്ടപ്പെട്ട് 4 ടൈംസ് C. അപ്പോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ അല്ല. If the two capacitors C1 and C2 are connected in series, then the value of effective capacitance should be less than C1 and C2. 1/C is nothing but 1/C1 plus 1/C2 ആണല്ലേ. അപ്പൊ it should be less than the
C1 and C2 ഇതേപോലെ നമ്മൾ പറഞ്ഞു R1 R2 പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും ലെസ് ദാൻ R1 ആൻഡ് R2 ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഏതൊരു എക്സാമ്പിൾ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 21. From the given statement, choose the correct one which are related to the law of resistance. The resistance ന്റെ കേസിൽ പറയുമ്പോൾ R is nothing but rho into L by A ആണ്. Resistance is directly proportional to the length of the material. Resistance is inversely proportional to the area of the cross section. The resistance depends on the nature of the material. Resistance depends on nature of the material എന്ന് പറയാൻ പറ്റില്ല. റോ ആണ് ഡിപ്പെൻസ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന രീതിയിൽ പറയുന്നുണ്ടാവാം. പക്ഷെ എന്നാലും റോ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആറും ആണെന്നുണ്ടെങ്കിൽ പറയാല്ലേ. ഓക്കെ, റോ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പറയാം. അപ്പൊ ഓപ്ഷൻ സി എല്ലാം A1 2 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇതൊരു കൺഫ്യൂസിംഗ് ആണ്. ഈസി തന്നെയാണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ പോകുമ്പോൾ ആറ് ഇസ് നത്തിങ് ബട്ട് റോ ഇൻ എൽ ബൈ ആണ്. അപ്പൊ റോ ഡിപ്പെൻസ് ഓൺ ദി മെറ്റീരിയൽ ആണ് അല്ലെ, മെറ്റീരിയലിന് കോൺസ്റ്റന്റ് ആണ്. Question. If the length and area of the material is doubled, then the change in resistance of the material. ലെങ്ത്തും ഏരിയയും ഡബിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം ക്യാൻസൽ ആയിട്ട് പോലും ചെയ്യാം. കാരണം വെച്ചാൽ ആർ ഇസ് സെന്റിമീറ്റർ റോ ഇൻറ്റു എൽ ബൈ റോ ഇൻറ്റു ഏരിയ ഡബിൾ ചെയ്തു, സോ അതേപോലെ ലെങ്ത്തും ഡബിൾ ചെയ്തു, ക്യാൻസൽ ആയിപ്പോ. അപ്പോ റെസിസ്റ്റൻസ് റിമെയിൻസ് ദി സെയിം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ മെറ്റീരിയൽ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ ക്വസ്റ്റൻ ഓഫ് റെസിസ്റ്റൻസ്. മെറ്റലിന്റെ കേസിലാണ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ക്വസ്റ്റൻ ഉണ്ടാവുക. അപ്പൊ ഇവിടത്തെ കേസിൽ എന്താ, കോപ്പർ ആണ് ഒരു മെറ്റൽ ആയിട്ടുള്ളത്. അപ്പൊ മെറ്റലിന്റെ കേസിൽ കോപ്പറിന്റെ കേസിലാണ് അവിടെ എന്താ പോസിറ്റീവ് ടെമ്പറേച്ചർ ഓഫ് ക്വസ്റ്റൻ ഉള്ളത്. അതുപോലെ കാർബൺ എന്താ നെഗറ്റീവ് ടെമ്പറേച്ചർ ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം വെച്ചാൽ സെമി കണ്ടക്ടേഴ്സ് ആണല്ലേ. ഓക്കെ, 2 lamps each of rating 100 watts and 200 volt which are connected in series, then the effective resistance of the circuit is. രണ്ട് ലാമ്പ് ഉണ്ട്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യത്തെ ലാമ്പിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും രണ്ടാമത്തെ ലാമ്പിന് ഉണ്ടാവുക. പി ഇഷ്ടത്തിപ്പെട്ട് വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പൊ ആർ ഇഷ്ടത്തിപ്പെട്ട് വി സ്ക്വയർ ബൈ പി ആണ്. അപ്പൊ വി എന്ന് പറയുമ്പോൾ 200 വോൾട്ട് ബൈ 100. അപ്പൊ 400 ഓം ആണ് ഉള്ളത്. ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് വൺ റെസിസ്റ്റർ ഈസ് നത്തിങ് ബട്ട് 400. അപ്പൊ രണ്ട് റെസിസ്റ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ 400 പ്ലസ് 400 എന്ന് പറയുമ്പോൾ 800 ഓം. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, 25. If 20 ohm and 30 ohm resistors are connected in series across 200 voltage supply, then find the voltage drop across 30 ohm resistor. നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ റൂള് 200 into 30 divided by 30 plus 20. അപ്പൊ അത്ര ഒരു 200 into 30 by 50 വരും. 4 times 4 into 30 120 വോൾട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ജസ്റ്റ് അവിടെ കറണ്ട് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത്, ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ. ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ എന്താ വരുന്നത്, കെമിക്കൽ എഫക്റ്റ് ആണ് അല്ലെ. കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവും. അതായത് കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇലക്ട്രോളിസിസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 28. ഫ്രം ദ ഗിവൺ സെൽസ് ഐഡന്റിഫൈ ദ സെൽസ് ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. ഇതിലിപ്പം ലെഡ് ആസിഡ് സെല്ലാണ് സെക്കൻഡറി സെല്ലാണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് റീചാർജബിൾ. ഓക്കെ, അതുപോലെ ലെക്ലാഞ്ചും അതേപോലെ ഗാലവനിങ് സെൽസ് എല്ലാം എന്താ പ്രൈമറി സെൽസ് ആണ് അല്ലെ.
അപ്പോൾ ലെഡ് ആസിഡ് സെല്ലാണ് സെക്കൻഡറി സെല്ല്, അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. ഓക്കെ. Find the potential difference across the points A and B if the internal resistance are same for the all cells. 10 വോൾട്ട് ഉണ്ട്, ബാക്കി 5 വോൾട്ട് 5 വോൾട്ടും. ഇവിടെ ഏറ്റവും ആദ്യം എന്താ 5 വോൾട്ട് പാരലായിട്ടാണുള്ളത്. അപ്പൊ അവിടെ പാരലാകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. 10ഉം 5ഉം സീരീസ്, അപ്പൊ 15 വോൾട്ട്. ഓക്കെ. ഇവിടെ 5 വോൾട്ട് സെയിം പൊളാരിറ്റി തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മളോട് എടുത്തേക്കുന്നത്. From the following, identify the nature of fully charged cell. Fully charged cell ആകുമ്പോൾ gassing at both the plates of the cell, voltage raised to the voltage raise of the cell. Specific gravity of the electrolyte decreases. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഒരു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ ഷോസ് ഗ്യാസിംഗ് അറ്റ് ബോത്ത് ദി പ്ലേറ്റ്സ് ആൻഡ് റൈസ് ഇൻ വോൾട്ടേജ്. അതേപോലെ എന്താ പറയാ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നുണ്ട്, അവിടെ ഡിക്രീസ് ചെയ്യുന്നതല്ല. ഓക്കെ. അതായത് ചാർജിങ്ങിന്റെ സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഡിക്രീസ് എന്നുള്ള തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 31. How the low power factor can be improved in AC circuits. ലോ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. ബൈ കണക്ടിങ് ദി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ലോ ലാഗിങ് പവർ ഫാക്ടർ ക്യാൻ ബി കോമൺലി ഇംപ്രൂവ്ഡ് ബൈ കണക്ടിങ് ദ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ വിത്ത് ദി ലോഡ് ബൈ സപ്ലൈങ് ദി ലീഡിങ് റിയാക്റ്റീവ് കറന്റ്. അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 32. ഹൗ മച്ച് വിൽ ബി ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻസ്റ്റാളേഷൻ? It is nothing but not less than 2 mega ohm. Okay. അല്ലെങ്കിൽ സോറി 2 ആയിരിക്കില്ല അല്ലെ, 2 അല്ല 1 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, തെറ്റല്ല. സോ ഇതൊരു ചെറിയ തെറ്റ് അതാണ്. ഓക്കെ, നോട്ട് ലെസ് ദാൻ 1 മെഗാ ഓം. ഓക്കെ, 2 അല്ല 1 മെഗാ ഓം. 33. In which condition resonance will occur in RLC circuit? RLC circuit means XL should be equal to the XC. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് should be equal to the കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓപ്ഷൻ ബി ആണ്. അതായത് സീരീസ് റെസൊണൻസ് വിൽ ഒക്കർ വെൻ the inductive reactance XL should be equal to the capacitive reactance XC. അതേപോലെ സീരീസ് റെസൊണൻസിന്റെ കേസിൽ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും, കറന്റ് ഷുഡ് ബി impedance will be minimum and current should be maximum. Impedance will be minimum and current should be maximum. What is the maximum permissible load for a power subcircuit as per IE rule? പവർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ പവർ സബ് സർക്യൂട്ട് കേസിൽ 3000 വാട്ട്സ് അല്ലേ പഠിച്ചേക്കുന്നത്. ഓക്കെ, 3000 വാട്ട്സ്. വാട്ട് ഈസ് ദ മെഗർ റീഡിംഗ് ഇൻ എ ഡെഡ് ഷോർട്ട് സർക്യൂട്ട് വയറിംഗ് ഇൻസ്റ്റാളേഷൻ? നമ്മൾ ഡെഡ് ഷോർട്ട് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ? 36. What will happen to the value of earth resistance if the length of the earth pipe is increased? അതായത് നമ്മളവിടെ ലെങ്ത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കോണ്ടാക്ട് ഏരിയ ഓഫ് ദി എർത്ത് എന്ത് ചെയ്യാം, അതായത് ലെങ്ത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കോണ്ടാക്ട് ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും, എർത്ത് ഇലക്ട്രോഡ് ഇംപ്രൂവ്സ് വിത്ത് ദി കോണ്ടാക്ട് വിത്ത് സോയിൽ ആൻഡ് ഡിക്രീസസ് വിത്ത് ദി റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ.
അടുത്ത റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് കേബിൾ ലേയിങ് ഈസ് suitable ഫോർ കൺജസ്റ്റഡ് ഏരിയ? കൺജസ്റ്റഡ് ഏരിയയുടെ കേസിൽ ഡക്ട് പൈപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ദ സിസ്റ്റം എർത്തിങ് ഇസ് ഡൺ? System earthing is done at the source or neutral point such as generating station or transformer neutral etc. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ടു സ്റ്റെബിലൈസ് ദി സിസ്റ്റം വോൾട്ടേജ് ടു ദി എർത്ത്. ഓക്കെ, അപ്പൊ 38ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 39, വാട്ട് ഈസ് ദി ടേം ഫോർ ദി ടൈം ടേക്കൺ ബൈ എ ഫ്യൂസ് ടു ഇന്ററപ്റ്റ് ദി സർക്യൂട്ട് ഇൻ എ ഫോൾട്ട്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ കട്ട് ഓഫ് ഫാക്ടർ അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ആണ് കട്ട് ഓഫ് ഫാക്ടർ. 40th ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എൽ സീരീസ് MCB? നമ്മൾ എവിടെ എൽ സീരീസ് MCB നമ്മൾ യൂസ് ചെയ്യുന്നത്? ജനറൽ ലൈറ്റിംഗ് സർക്യൂട്ട്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. അതേപോലെ മോട്ടോർ ലോഡ്സിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ എന്താ പറയാ, അവിടെ മോട്ടോർ ലോഡ്സിന്റെ കേസിൽ നമ്മൾ മോട്ടോർ റേറ്റഡ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ആവശ്യമായിട്ടുണ്ടാവുക. 41, വിച്ച് റോൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ജനറേറ്റർ? ജനറേറ്ററിൽ G ഉണ്ട്, അപ്പോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് റൂളോ നമ്മൾ മോട്ടോഴ്സിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? ഈസ് നത്തിങ് BLV സൈൻ തീറ്റ എന്നല്ല പഠിച്ചേക്കുന്നത് അല്ലേ? ഓക്കെ, ഈസ് നത്തിങ് BLV സൈൻ തീറ്റ. BL ക്രോസ് V എന്നൊക്കെ പഠിച്ചിട്ട് പണ്ട് പഠിച്ചിട്ടുണ്ട്. ഈസ് നത്തിങ് BLV സൈൻ തീറ്റ. അതായത് when a conductor of length L moves with a velocity V in a magnetic field density at B at an angle theta, E is nothing but VLV sin theta എന്ന് നേരിട്ട് പഠിച്ചിട്ടുണ്ടാവും. Okay. What is the name of generator if its field is connected in parallel with the armature? എന്താ it is nothing but shunt അല്ല? അതായത് ജനറേറ്റർ വിത്ത് ഫീൽഡ് കണക്റ്റഡ് ഇൻ പാരൽ വിത്ത് ദി ആർമേച്ചർ. ഇറ്റ് ഈസ് nothing but ഷണ്ട് ജനറേറ്റർ. കൺഫ്യൂഷൻ വേണ്ട. വാട്ട് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് എ വേവ് വൈൻഡിങ് ഇൻ DC ജനറേറ്റർ? വേവ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്പ് ആകുമ്പോൾ P ഉണ്ടാവും, വേവ് ആകുമ്പോൾ 2 പാരൽ പാത്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 2 പാരൽ പാത്ത് എന്ന് പറയുമ്പോൾ അതായത് ഫ്യൂവർ പാരൽ പാത്ത് കുറവാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറന്റ്. ഓക്കെ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറന്റ്. ഓക്കെ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറന്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഷുഡ് ബി സൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറന്റ് അപ്ലിക്കേഷൻ. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറന്റ് അപ്ലിക്കേഷൻ. കാരണം വെച്ചാൽ പാരൽ പാത്ത് കൂടുതലായിരിക്കും, അപ്പോൾ ഹൈ കറന്റ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കൂടി സമപ്പ് ഫെയിൽ ചെയ്യുന്നത്. ഓക്കെ, വേവ് ആകുമ്പോൾ ലോ കറന്റ് ഹൈ വോൾട്ടേജ്, ലാപ്പ് ആകുമ്പോഴോ ഹൈ കറന്റ് ലോ വോൾട്ടേജ്. ഓക്കെ, വാട്ട് ഈസ് ദി ഇഫക്ട് ഇഫ് ദ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് എ അബവ് ക്രിട്ടിക്കൽ വാല്യൂ ഇൻ എ DC ജനറേറ്റർ? അതായത് നമ്മളവിടെ കുറച്ച് ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട് ബിൽഡപ്പ്, വോൾട്ടേജ് ബിൽഡപ്പിന്റെ കാര്യങ്ങളിലൊക്കെ. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്? അതായത് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെക്കാട്ടി അബവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. എന്താ? ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് ദി വോൾട്ടേജ്. അപ്പൊ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ആയിരിക്കണം അല്ലെ? അപ്പൊ നമ്മളവിടെ കുറച്ച് വോൾട്ടേജ് ബിൽഡപ്പിന്റെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അതിൽ വരുന്ന ഒരു
പോയിന്റ് ആണ് ഇത്. അപ്പൊ ഇറ്റ് ഫെയിൽസ് ടു ജനറേറ്റ് ദി ബിൽഡപ്പ് വോൾട്ടേജ്. ഓക്കെ, 45ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഇഫ് ദ ഫീൽഡ് റെസിസ്റ്റൻസ് ഇസ് അബൌവ് ദി ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്, ദ DC shunt current will not build up the voltage because the field current is insufficient. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 46ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് എ സീരീസ് റെസിസ്റ്റർ കണക്റ്റഡ് വിത്ത് ഹോൾഡിംഗ് കോയിൽ ഇൻ എ DC 4-point സ്റ്റാർട്ടർ? എന്താ ആൻസർ വരിക? അതായത് നമുക്ക് അറിയുന്നുണ്ടാവും സീരീസ് റെസിസ്റ്റർ ആകുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ കറന്റിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസ് റെസിസ്റ്റർ നമ്മളോട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൻസർ, അതായത് ദ സീരീസ് റെസിസ്റ്റർ ലിമിറ്റ്സ് ദി കറന്റ് ത്രൂ ദി holding or no volt coil and protects it from the excessive current. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 47. Why the direction of rotation is changed only by changing the armature current direction in a DC compound motor? അപ്പൊ നമുക്ക് DC compound മോട്ടറിന്റെ കേസിൽ എന്താ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലെ, ടു മെയിൻറ്റെയിൻ ദി മോട്ടോർ ക്യാര. അതായത് ഇൻ എ DC compound motor, changing only the armature current reverses the torque direction while maintaining the relationship of the field windings and the motor characteristics. 48. Which speed control methods offers the below normal speed in DC shunt motor? A speed control method for below the normal speed. ഏതാ വരിക? ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് അല്ലെ, ഓപ്ഷൻ സി ആണ്. അതായത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 49. Why the DC series motor field windings is wound with thick wire? അതായത് നമുക്കറിയാം, ഒരു സീരീസ് മോട്ടറിന്റെ കേസിൽ അല്ലെങ്കിൽ DC സീരീസ് മോട്ടറിന്റെ കേസിൽ ഫീൽഡ് വൈൻഡിങ് ഈസ് ഇൻ സീരീസ് വിത്ത് ദി ആർമേച്ചർ ആൻഡ് ഇറ്റ് ക്യാരീസ് ദി ഫുൾ ലോഡ് കറന്റ്. അപ്പൊ അങ്ങനെ ഫുൾ ലോഡ് കറന്റ് എന്ത് ചെയ്യണം, അതിനെ കൂടെ ഫ്ലോ ചെയ്യണം. അപ്പൊ അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിക്ക് വയർ നമ്മളോട് മൗണ്ട് ചെയ്തേക്കുന്നത്. ഓപ്ഷൻ ബി, ടു ക്യാരി ദി ലോഡ് കറന്റ്. വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി ആർമേച്ചർ വൈൻഡിങ്? ആർമേച്ചർ വൈൻഡിങ്ങിന്റെ കേസിൽ എന്താ, ഗ്രോളർ ആണ് വരുന്നുണ്ടാവുക അല്ലെ, ഓപ്ഷൻ ബി. 51. ടു കൺവേർട്ട് ദി ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ. ഗാൽവനോമീറ്റർ അമ്മീറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ, ബൈ കണക്ടിങ് എ ലോ റെസിസ്റ്റൻസ് ഷണ്ട് ഇൻ പാരലൽ അല്ലെ. ലോ റെസിസ്റ്റൻസ് ആണ് കണക്റ്റഡ് ഇൻ പാരലൽ. ഓപ്ഷൻ സി. 51 ഓപ്ഷൻ സി ആണ്. അങ്ങനെ ആകുമ്പോൾ പാരലായിട്ട് കണ്ടു നമുക്ക് അവിടെ എന്ത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫോമർ ബുഷിങ്സ്? ട്രാൻസ്ഫോമർ ബുഷിങ്ങിന്റെ കേസിൽ പറയുമ്പോൾ ഗുഡ് ഇൻസുലേഷനും അതേപോലെ എന്താ നല്ല മെക്കാനിക്കൽ സ്ട്രെങ്തും അവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോർസലൈൻ മെറ്റീരിയൽസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 53. ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ഇസ് ഡാഷ് സപ്ലൈ വോൾട്ടേജ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി സപ്ലൈ വോൾട്ടേജ്. വി സ്ക്വയർ ആണ് വരുന്നുണ്ടാവുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ. അപ്പൊ 53ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 54ത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതവിടെ നിൽക്കട്ടെ. 55. ഇൻ എ ഷെയ്ഡഡ് പോൾ മോട്ടോർ ദ റിവോൾവിംഗ് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഷെയ്ഡിംഗ് റിംഗ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 55ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 56. How the voltage is reduced in auto transformer starter at the time of starting? നമുക്കവിടെ ട്രാൻസ്ഫോമർ ടാപ്പിംഗ്സിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ വോൾട്ടേജ് എത്തുന്നത് അല്ലെ. നമ്മളത് ട്രാൻസ്ഫോമർ ടാപ്പിംഗ്സ് ആണ്. അപ്പൊ അവിടെ ബൈ അഡ്ജസ്റ്റിംഗ് ദി ടാപ്പിംഗ്സ് ബൈ ഹാൻഡിൽ. ഓക്കെ. 57. മാക്സിമം എഫിഷ്യൻസി ഫോർ എ ട്രാൻസ്ഫോമർ ക്യാൻ എക്സ്പെക്ട് വെൻ? മാക്സിമം എഫിഷ്യൻസി ഫോർ ട്രാൻസ്ഫോമർ ക്യാൻ എക്സ്പെക്ട് വെൻ?
കാരണം വെച്ചാൽ വേരിയബിൾ കോപ്പർ ലോസ് നമ്മളെ കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ കോർ ലോസിന് ഈക്വൽ ആയിട്ട് വെക്കുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി അവിടെ ഒക്കർ ചെയ്യുന്നുണ്ടാവുക. അതായത് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി, അതായത് വേരിയബിൾ കോപ്പർ ലോസ് ഷുഡ് ബി ഈക്വൽ ടു ദി കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ്. അപ്പൊ കോപ്പർ ലോസ് ബിക്കംസ് ഈക്വൽ ടു ദി കോൺസ്റ്റന്റ് ലോസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 58. Which one of the application of a CT? Which one is the application of a CT? Current transformer. ഏതാ? ടോങ് ടെസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? വിച്ച് വൺ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് CT? ടോങ് ടെസ്റ്റർ അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ? അതായത് ടോങ് ടെസ്റ്റർ എന്താ? കറന്റ് ട്രാൻസ്ഫോമർ ആക്ഷൻ ടു മെഷർ ദി കറന്റ് വിത്തൗട്ട് ഓപ്പണിംഗ് ദി സർക്യൂട്ട് അല്ലെ? ക്ലാമീറ്റർ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. 59. Synchronous motor when used for power factor improvement should be ഓവർ എക്സൈറ്റഡ്. ഓവർ എക്സൈറ്റഡ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അതായത് ഓവർ എക്സൈറ്റഡ് സിംഗ്ലസ് മോട്ടർ ഡ്രോയിങ് ലീഡിംഗ് കറന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ് ബൈ can improve the lagging power factor. So it acts as a synchronous condenser. Okay. The following is dash type. The following dash type is not a wattmeter. Dynamometer type, അതേപോലെ ഇൻഡക്ഷൻ ടൈപ്പ്, ഇലക്ട്രോസ്റ്റാറ്റിക്. അപ്പൊ ഇലക്ട്രോ മെക്കാനിക്കൽ അല്ല അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഡൈനാമോമീറ്റർ ഉണ്ട്, ഇൻഡക്ഷൻ മീറ്റർ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് വാട്ടർ മീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. Phase sequence of a given AC given the phase sequence of supply given to an AC motor means the order of phase attaining maximum value അല്ലേ? മാക്സിമം വാല്യൂ ഓപ്ഷൻ ബി. 62. If the ceiling fan can be if the ceiling fan when switched on runs at a slow speed in reverse direction, it can be concluded that if the ceiling fan when switched on runs at a slow speed in the reverse direction, it can be concluded that എന്ത് ചെയ്യാം? സി അല്ലേ വരാം? അതായത് നമുക്കൊരു ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് കപ്പാസിറ്റർ കാരണം നമുക്ക് അതിന്റെ ഒരു ഫേസ് ഷിഫ്റ്റ് പുവർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇൻ ദ ഓക്സിലറി വൈൻഡിങ്. സോ അതിന്റെ ഭാഗമായിട്ട് എന്താ സ്പീഡ് കുറയും അല്ലെങ്കിൽ അബ്നോർമൽ അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. കപ്പാസിറ്റർ ഇസ് നോട്ട് എഫക്റ്റീവ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി അടുത്ത 63. ഇൻ എ 3 phase ഇൻഡക്ഷൻ മോട്ടോർ ദ ബ്രഷർ ഷുഡ് ബി കണക്റ്റഡ് ടു എക്സ്റ്റേണൽ കണക്റ്റഡ് റെസിസ്റ്റേഴ്സ് അല്ലേ വരിക? ഓക്കെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 64. ഡാഷ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈ പവർ. ഹൈ പവറിന്റെ കേസിൽ കോർ ടൈപ്പ് അല്ലേ? ഓക്കെ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് ഹൈ പവർ ആപ്ലിക്കേഷൻ ഡ്യൂ ടു better insulating and better cooling properties. Okay. 65. The moving coil instrument works on the effect of moving coil. Moving coil എന്ന് പറയുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് എഫക്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 66. In an induction motor, if the flux density of the rotor is reduced to half of its normal value, then the torque will be. നമുക്കറിയാം ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? നമുക്കവിടെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അല്ലെ? ദ ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പൊ ഫ്ലക്സ് ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോ ഫ്ലക്സ് ഡെൻസിറ്റി ഹാഫ് ആയി കഴിഞ്ഞാൽ ടോർക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ് ടു ഹാഫ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 67. ട്രാൻസ്ഫോമർ മിനിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കേഴ്സ് വെൻ ദി പവർ ഫാക്ടർ ഓഫ് ദി ലോഡ് ഈസ്. നമുക്കറിയാം ലീഡിംഗ് പവർ ഫാക്ടറിലാകുമ്പോ
ലീഡിംഗ് പവർ ഫാക്ടറിൽ വരിക നമ്മൾ ആ ഒരു ക്യാരി ഇല്ലേ, അപ്പൊ മിനിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ സെറ്റ് ലീഡിംഗ് പവർ ഫാക്ടർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് അവിടെ ചിലപ്പോൾ എന്താ ലീഡിംഗ് പവർ ഫാക്ടറിൽ മിനിമം ആവും, ചിലപ്പോൾ എന്താ നെഗറ്റീവ് കൂടി വരാൻ സാധ്യതയുണ്ടല്ലേ. ഓക്കെ. 68 ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ കേസിൽ എന്താ അപ്രോക്സിമേറ്റ്ലി യൂണിഫോം സ്കെയിലാണ്. കാരണം വെച്ചാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി അലൈൻഡ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പവർ ഓവർ ദി ഓപ്പറേറ്റിംഗ് റേഞ്ച്. അപ്പോൾ അത് നിയർലി യൂണിഫോം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. 69 വാക്യൂം ക്ലീനേഴ്സ് ജനറലി യൂസ് വിച്ച് ടൈപ്പ് ഓഫ് മോട്ടോർ? യൂണിവേഴ്സൽ മോട്ടോഴ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് വാക്യൂം ക്ലീനറിന്റെ ഹൈ സ്പീഡ് ഓപ്പറേഷൻ ആണ് നമുക്ക് അവിടെ വേണ്ടത് ഫ്രം എ സി സപ്ലൈ. അപ്പൊ അവിടെ യൂണിവേഴ്സൽ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. 67 വിച്ച് ഇസ് ദി കോസ് ഫോർ ഡിറ്റീരിയേഷൻ ഇൻ ട്രാൻസ്ഫോമർ ഓയിൽ? ട്രാൻസ്ഫോമർ ഓയിൽ ഡിറ്റീരിയേഷൻ ബേസ്ഡ്. ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ. 70 71 ദ ലോ ഓഫ് ഇലുമിനേഷൻ ആർ ആപ്ലിക്കബിൾ. ഇൻവേഴ്സ് ദ ലോസ് ഓഫ് ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൻവേഴ്സ് ലോയും അതേപോലെ അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോയും അതേപോലെ കൊസൈൻ ലോയും ആപ്ലിക്കബിൾ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 72 total of 20 fluorescent lamps are connected are required to illuminate the surface of the 100 meter square with an illumination of 200 lux. Taking the coefficient of utilization as 0.5 and the depreciation factor as 1.25. Find out the lumen output. നമുക്കവിടെ ടോട്ടൽ ലൂമെൻസിന് നമുക്കവിടെ ഇക്വേഷൻ എന്താ? ഇ ഇൻറ്റു എ ഇൻറ്റു ഡിപ്രീസിയേഷൻ ഫാക്ടർ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ. ആ ഇക്വേഷൻ വെച്ച് നമുക്കവിടെ ചെയ്യാം. Total lumen should be equal to E into area into depreciation factor divided by coefficient of utilization. അല്ലെ, നമുക്കെല്ലാം തന്നില്ലേ അവിടെ. ഈ എത്ര 200, ഏരിയ എത്ര 100, depreciation factor 1.25 divided by coefficient of utilization 0.5. 0.5 എന്ന് പറയുമ്പോൾ 5/10 അല്ലെ. അപ്പൊ ഇൻറ്റു 10 1.25 ഇത് എത്ര വട്ടം വരും? 40. 1.25 ഇൻറ്റു അല്ല 12.5 25 അല്ലെ. 12.5 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 12.4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 50 വന്നു. അപ്പൊ 5000 വന്നു അല്ലെ. സോറി 5000 അല്ല 50,000. ഓക്കെ, 50,000. അപ്പം 20 ലാമ്പാണുള്ളത്. അപ്പൊ 20 ലാമ്പിന്റെ കേസിൽ നമുക്ക് അവിടെ പറയുമ്പോൾ 50,000/20 5000/2 അപ്പൊ 2500 ലൂമൻസ് ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, ഒന്നുമില്ല നമുക്കവിടെ ഈ ടോട്ടൽ ലൂമൻ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ ഇൻറ്റു ഡിപ്രീസിയേഷൻ ഫാക്ടർ ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ. വാല്യൂ എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലൂമൻ 50,000 തരണം. അപ്പൊ ടോട്ടൽ 20 ഉള്ളത്. അപ്പൊ ഈച്ച് എന്ന് പറയുമ്പോൾ ലൂമൻ ഔട്ട്പുട്ട് ഓഫ് ദി ലാമ്പ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 50,000/20 അപ്പൊ 2500 ലൂമൻസ്. ഓക്കെ, തെറ്റിക്കല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 73 in an incandescent lamp hung at a height of h from a point P and it is directly below it and produces a illumination E at P. The height was reduced by h/4. What will be the new illumination at P?
ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. നമുക്ക് അവിടെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ് നമുക്ക് അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പം ഇപ്പൊ എച്ച് എന്ത് ചെയ്തു, h/4 ആയിട്ട് റെഡ്യൂസ് ചെയ്തു അല്ലെ. അപ്പൊ h/4 ആയി കഴിഞ്ഞാൽ ന്യൂ ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ഇ ഇൻറ്റു h/4 ദ ഹോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് അവിടെ പറയാം. അപ്പോ ഇറ്റ് ഈസ് നത്തിങ് 16 ടൈംസ് ഇ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 16 74. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ലാംപ്സ് ഓപ്പറേറ്റ്സ് അറ്റ് ബെസ്റ്റ് പവർ ഫാക്ടർ? ഇതിലിപ്പം ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ കേസിലാണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത് വരുന്നത്. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് അതാണ് എന്ത് ചെയ്യാം, പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോ പ്യുവർലി റെസിസ്റ്റീവ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ടു യു പി എഫ് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി. 75. വിച്ച് വൺ among the following lighting scheme produces minimum glare? ഇൻഡയറക്ട് ലൈറ്റിംഗ് അല്ല. ഓക്കെ. 76. The voltage drop across an ideal diode when forward bias. ഫോർവേഡ് ബയാസിന്റെ കേസിലാകുമ്പോൾ നമുക്കവിടെ സീറോ ആണ്. ഐഡിയൽ കേസിന് സീറോ അല്ലേ നമ്മൾ വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമുക്കവിടെ പറയാം. ഐഡിയൽ കേസിന്റെ കേസിൽ in a DC power supply the voltage regulator is used. വോൾട്ടേജ് റെഗുലേറ്റർ കേസിൽ എന്താ പറയാ, കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അവിടെ തരുന്നുണ്ടാവും. അപ്പൊ റെസ്പെക്റ്റീവ് ഓഫ് ദി വേരിയേഷൻസ് ഇൻ ദ വോൾട്ടേജ്, റെസ്പെക്റ്റീവ് ഓഫ് ദി വേരിയേഷൻ ഓഫ് ലോഡ് കറന്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നുണ്ടാവും അല്ലെ. 78. വാട്ട് ഹാപ്പൻസ് വെൻ എ സെന ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്? സെന ഡയോഡ് ഫോർവേഡ് ബയാസ് ആക്കി കഴിഞ്ഞാൽ എന്താ പറയാ, അതൊരു നോർമൽ ഡയോഡായിട്ട് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫോർവേഡ് ബയാസ്ഡ് ആവുക. അപ്പൊ നമുക്ക് അവിടെ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിലാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ അവിടെ ഒക്കർ ചെയ്യുന്നുണ്ടാവുക. അപ്പോ രണ്ട് ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. തെറ്റിക്കല്ല. ഇതിവിടെ ഫോർവേഡ് എന്നല്ലേ നിങ്ങൾ അവിടെ നോക്കിയിട്ട് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്നുള്ള രീതിയിൽ അവിടെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. 79. ഇൻ എൻ എൽ സെക്ഷൻ ഫിൽട്ടർ, എൽ സെക്ഷൻ ഫിൽട്ടറിന്റെ കേസിൽ നമുക്ക് എന്താ പറയാ, ഞാൻ ഇൻഡക്ടർ ഈസ് കണക്റ്റഡ് സീരീസ് വിത്ത് ലോഡ് പാത്ത് ആൻഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരൽ അക്രോസ് അല്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി 80. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എ പ്യുവർ സെമി കണ്ടക്ടർ. ഇതൊരു കൺഫ്യൂഷൻ ഉള്ളതാണോ? ഇത് ഒന്ന് നമുക്ക് അവിടെ പിന്നെ നോക്കിയാൽ ഇതിൽ നമ്മളെ ഫൈനൽ കീയില് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. ഇത് നമുക്ക് അവിടെ ഇന്റൻസീവ് സെമി കണ്ടക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ എന്നിരുന്നാലും അതവിടെ നിൽക്കട്ടെ. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് യൂഷ്വലി? എന്താ, സാലിയന്റ് പോൾ ആൾട്ടർനേറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, അതായത് നമ്മൾ വാട്ടർ ടർബൈൻ ഒക്കെ എന്താ ലോ സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ സാലിയന്റ് പോൾ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സിലിണ്ടറിക്കൽ ആകുമ്പോൾ ഹൈ സ്പീഡ്. ഓക്കെ, വിച്ച് among the following pairs are not matched? നോട്ട് മാച്ച്ഡ്. വിൻഡ് പവർ പ്ലാന്റും ഇൻഡക്ഷൻ മോട്ടറും അല്ലെ. ഓക്കെ, ഓപ്ഷൻ
ബി ആണ് കറക്റ്റ്. കാരണം ഇൻഡക്ഷൻ മോട്ടർ അല്ലല്ലോ അവിടെ യൂസ് ചെയ്യുന്നത്. മോട്ടർ അല്ലല്ലോ അവിടെ വെച്ചിട്ട് എന്താ അവിടെ ഒരു ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. 83. MPPT ഈസ് നോട്ട് യൂസ്ഡ് ഇൻ. MPPT നമുക്ക് അവിടെ എന്താ സ്വാഭാവികമായിട്ടും ഹൈഡ്രോ ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. സോളാറിനും ഇതിന്റെയും കേസിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഹൈഡ്രോ ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതായത് MPPT is used in solar and wind energy conversion to extract the maximum available power, and it is not used in hydroelectric power plant. 84. Which one among the following condition is most desirable for a power station? The high load factor and high diversity factor. നമ്മുടെ ഹൈ ലോഡ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് മോർ യൂണിഫോം ലോഡ് ആൻഡ് നോട്ട് എ ഹൈലി വേരിയബിൾ ലോഡ്. അതേപോലെ അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാൻ പറ്റും ഹൈ ലോഡ് ഫാക്ടർ ഇംപ്രൂവ്സ് ദി യൂട്ടിലൈസേഷൻ എനർജി ഓഫ് ദി പ്ലാന്റ്. utilization generate utilization of a generating plant, and high diversity factor reduces the simultaneous maximum demand, and both are desirable എന്ന് ഇതിൽ പറയാം. അടുത്ത which one of the following statement is not true regarding the generating station? Option C, high value load factor indicates high variable load at the power station. 86. Which one of the among the following statement is not true for an interconnected grid system? Old and less effective efficient absorption. സി ആണ്. കാരണം വെച്ചാൽ ഇന്റർ കണക്ഷൻ റെഡ്യൂസസ് ദി റിസർവ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദി റിലയബിലിറ്റി ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദി ഡൈവേഴ്സിറ്റി. അല്ല, സോ ഇറ്റ് ഡസ് നോട്ട് സിംപ്ലി അവോയ്ഡ് ദി യൂസ് ഓഫ് ഓൾഡ് പ്ലാന്റ്സ് ഇൻ ഓൾ കണ്ടീഷൻ. അപ്പോൾ ലെസ് എഫിഷ്യന്റ് പ്ലാന്റ് എന്നുള്ള സി ആണ് ഇവിടെ നോട്ട് ട്രൂ എന്ന രീതിയിൽ നമുക്ക് എടുക്കുന്നുണ്ടാവുക. പിക്ക് ദി ഓഡ് വൺ ഔട്ട്. സർജ് ടാങ്ക്, എക്കണോമൈസർ, പെൻ സ്റ്റോക്ക്, ഡാം. അപ്പൊ ഇവിടെ പെൻ സ്റ്റോക്കും സർജ് ടാങ്കും ഡാമൊക്കെ എന്താ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കേസിൽ വരുന്നതാണ്. എക്കണോമൈസർ എന്താ സ്റ്റീം അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് കേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 85. Which one among the following statement is not true regarding a nuclear power station? ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ കേസിൽ നോട്ട് ട്രൂ അല്ല പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഓപ്ഷൻ ബി നമുക്കറിയാം. കാരണം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് സൂട്ടഡ് ഫോർ ബേസ് ലോഡ് ഓപ്പറേഷൻസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് suitable ഫോർ ഫ്രീക്വന്റ്ലി വേരിയിങ് ലോഡ്. ഓക്കെ, നോട്ട് suitable ഫോർ ഫ്രീക്വന്റ്ലി വേരിയിങ് ലോഡ്. ഇറ്റ് ഈസ് ബേസ് ലോഡിന്റെ കേസിലാണ് അപ്ലിക്കബിൾ ആവുന്നുണ്ടാവുക. 89. ചൂസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കമ്പോണൻസ് വിത്ത് റെസ്പെക്ട് ടു സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റം. സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. കാരണം എന്താ, സെൽസ് ആർ കമ്പൈൻഡ് ഫോർ മൊഡ്യൂൾസ് ആൻഡ് മൊഡ്യൂൾസ് ആർ അസംബിൾഡ് ഇൻ ടു പാനൽസ്. അതേപോലെ പാനൽസ് ടുഗദർ ഫോം എൻ അറേ. ഓക്കെ, അതായത് സെൽസ് ആർ കമ്പൈൻഡ് ഫോർ മൊഡ്യൂൾസ്, മൊഡ്യൂൾസ് ആർ അസംബിൾഡ് ഇൻ ടു പാനൽസ്, പാനൽസ് ടുഗദർ സോറി അറേ. ഓക്കെ, വേഗം നമുക്ക് തീർക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദി മെയിൻ കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസിന്റെ കേസിൽ മീത്തേൻ അല്ല, മീതേൻ. 91. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഇൻകറക്റ്റ് സോറി ഇൻകറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഫെറാന്റെ എഫക്റ്റിനെ ബേസ് ആയിട്ടുള്ളതാണ് അല്ലെ. ഫെറാന്റെ എഫക്ട് എന്ന് പറയുന്നത് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ബിക്കം ഗ്രേറ്റർ ദാൻ ദി സെൻഡിങ് എൻഡ് വോൾട്ടേജ് ലെസ് ദാൻ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് ട്രൂ റെസ്പെക്ട് ടു HVDC ട്രാൻസ്മിഷൻ.
നോട്ട് ട്രൂ. തന്നെ ഓപ്ഷൻ ഡി ആണ് നോട്ട് ട്രൂ. 93. In an HVDC transmission, increase in transmission voltage allows to reduce the size of the conductors used. 94. Which one among the following phenomena does not take place in high voltage AC transmission? Does not take place. None of these ആണ് വരുന്നുണ്ടാവുക. 95. Effect of series inductance and shunt capacitance of transmission lines are faced in series inductance and shunt capacitance effect. സ്വാഭാവികമായിട്ട് എന്താ EHV AC ട്രാൻസ്മിഷൻ ആണ്. 96. ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ദ ലാംപ്സ് ബിക്കം സീരീസ് കണക്റ്റഡ് അക്രോസ് ദി ലൈൻ വോൾട്ടേജ് ആവും. അപ്പൊ ആർ ഇസ് നത്തിങ് ബട്ട് V²/P ആവും. അപ്പൊ ഒരു 40 വാട്ട് ലാമ്പിന്റെ കേസിൽ എന്താ സംഭവിക്കുക, ഇവിടെ ആർ ഇസ് നത്തിങ് ബട്ട് V²/P ആണ്. അപ്പൊ 40 വാട്ട് ലാമ്പിന്റെ കേസിൽ ഹയർ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക 100 വാട്ട് ലാമ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ അവിടെ ഹയർ വോൾട്ടേജ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും 40 വാട്ട്സ് ലാമ്പായിരിക്കും ഗ്ലോസ് ബ്രൈറ്റർ ആയിട്ടുണ്ടാവുക. ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. പിക്ക് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്. നമുക്ക് ക്യാൻസൽ ചെയ്ത് ക്വസ്റ്റ്യൻ നോട്ടെ, ഇത് അവിടെ നിൽക്കട്ടെ. 98. 98ഉം ക്യാൻസൽ ആക്കിയാണ് അവിടെ നിൽക്കട്ടെ. 99. ഇൻ ഇന്ത്യ ദ ഫ്രീക്വൻസി ഓഫ് ദി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ക്യാൻ വേരി ഫ്രം, നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടാവുക 49.5 to 50.5 എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓപ്ഷൻ എ ആണ്. ദ റിയാക്ടേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി ഫീഡേഴ്സ് ആർ യൂസ്ഡ് ടു limit the current in case of short circuit അല്ലെ? ഓപ്ഷൻ ഡി ആണ് കേട്ടത്. അതായത് ഫീഡർ റിയാക്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ലിമിറ്റ് ദി ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആൻഡ് റെഡ്യൂസ് ദി ഡ്യൂട്ടി ഇമ്പോസ്ഡ് ഓൺ ദി സ്വിച്ച് ഗിയർ ഡ്യൂറിംഗ് ദി ഫോൾട്ട്സ്. ഓക്കെ, അപ്പോ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് നോക്കാതെ. ഓക്കെ, അപ്പോ ഇടയ്ക്ക് ചെറിയൊരു ഹെൽത്തിന്റെ ഇതുണ്ടായിരുന്നു, അപ്പോ അത് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്കവിടെ വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു.